കോഴിക്കോട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ കാറിന് എങ്ങനെ തീപിടിച്ചുവെന്ന് കണ്ടെത്താനായില്ല. ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തുകയും ചെയ്തു. ഇന്ധന ടാങ്കിന് ചോർച്ച ഇല്ല എന്നാണ് കണ്ടെത്തൽ. കാറിന്റെ പിറകിൽ നിന്നാണ് തീ പടർന്നത്. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. ചെറുവണ്ണൂർ കക്കറമുക്ക് സ്വദേശി രജൻലാലിന്റെ ഭാര്യ സോനയാണ് കാറിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ചത്. വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നു. രമ്യ, ഇത്തരത്തിലൊരു ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നില്ല വാഹനം തീപിടിക്കാൻ കാരണമെന്ന് പറയുമ്പോൾ ചില ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണോ? തീർച്ചയായും രാഗി, അങ്ങനെ തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. കാരണം നിലവിൽ ഫോറൻസിക് ഉൾപ്പെടെയുള്ള വിഭാഗത്തിന്റെ പരിശോധനകൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു. ഇതിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഷോർട്ട് സർക്യൂട്ട് അല്ല ഈ വാഹനം കത്താൻ കാരണമെന്നാണ് പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത്. വയറിങ്ങിന് അതുപോലെ തന്നെ തകരാറ് കണ്ടെത്താനും ഇവർക്കായിട്ടില്ല. അതുപോലെ തന്നെ ഇന്ധന ടാങ്കിന് ചോർച്ചയില്ലെന്നുമാണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളെല്ലാം പുരോഗമിക്കുകയാണ്. ഈ കാറിന്റെ പുറകിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ തീ പടർന്നത് എന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ അന്നേ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം സംഭവങ്ങളില്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ തീ പടർന്നത് എന്ന് കണ്ടെത്താനുള്ള പരിശോധനകളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ ചെറുവണ്ണൂരിൽ കക്കറമുക്ക് എന്ന സ്ഥലത്ത് വെച്ച് ഈ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിക്കുന്നതും ഏകദേശം 6 മാസം ഗർഭിണിയായ ഈ യുവതി, അതായത് ചെറുവണ്ണൂർ പുത്തൻചാലിൽ രജൻലാലിന്റെ ഭാര്യയായിട്ടുള്ള സോന പൊള്ളലേറ്റ് മരിക്കുന്നതും. നിലവിൽ രജൻലാല് ഗുരുതരമായി പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി അടുത്ത ദിവസങ്ങളെല്ലാം പരിശോധന പുരോഗമിക്കും. രമ്യ, അതോടൊപ്പം തന്നെ ഈ സോനയുടെ കുടുംബം എന്തെങ്കിലും സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ രമ്യ? രാഖി, നിലവിൽ ഇതുവരെ ആയിട്ടും ഇത്തരത്തിലൊരു സംശയം സോനയുടെ കുടുംബം ഉന്നയിച്ചിട്ടില്ല എങ്കിലും കൃത്യമായി തന്നെ ഇതിലൊരു ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. കാരണം നിലവിൽ ഈ വാഹനം കത്തിയതിനു ശേഷം ഈ ഫോറൻസിക് ഉൾപ്പെടെയുള്ള വിഭാഗത്തിന്റെ എല്ലാം പരിശോധനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിരുന്നു. ഇതിലാണ് ഇത്തരത്തിലുള്ള നിഗമനത്തിലേക്ക്, കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല, വാഹനത്തിന്റെ പുറകിൽ നിന്നാണ് ഇത്തരത്തിലൊരു തീ ഉണ്ടാവുന്നത്. എന്നാൽ ഇന്ധന ടാങ്കിന് ചോർച്ചയില്ല എന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ എന്തായാലും കോഴിക്കോടാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് 6 മാസം ഗർഭിണിയായ യുവതി വെന്ത് മരിച്ചത്. ഈ കാറിന് എങ്ങനെയാണ് തീപിടിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ചില അവ്യക്തതകൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം വാഹനം തീപിടിക്കാൻ കാരണമായത് എന്നുള്ള നിഗമനത്തിലായിരുന്നു. പക്ഷേ അത്തരമൊരു ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചിട്ടില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുമ്പോൾ ഇന്ധന ടാങ്കിന്റെ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നും കണ്ടെത്തിയിട്ടുമുണ്ട്. അത് കാറിന്റെ പിറകിൽ നിന്നാണ് തീ പടർന്നത്. എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് എന്നുള്ളതാണ്. ചില ദുരൂഹതകൾ സംശയിക്കുന്നുണ്ട് പോലീസും. എന്തായാലും കൂടുതൽ കാര്യങ്ങളിൽ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും ഒരു ഉത്തരം നൽകാൻ സാധിക്കുക. രമ്യദാസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.